ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോസ് കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. കാരണം മുന്നോട്ട് പോകാനുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷയും പ്രചോദനവും നിങ്ങൾ മാത്രമാണല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്നതാണ് വാസ്തവം. ഇനി അധിക മുഖവുരകളോ ആമുഖ സംഭാഷണമോ ഇല്ലാതെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക്. അതിനു മുന്നേ ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. ആമുഖമല്ല, ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ആദ്യം മുതൽ തന്നെ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. എൻ്റെ കൂട്ടുകാരും ഇനിയും കൂട്ടുകാർ ആവാൻ വേണ്ടി വരുന്നവരും പ്ലീസ് വീഡിയോ ആദ്യ അവസാനം കാണണേ. നമ്മൾ മലയാളികളെല്ലാം തന്നെ ഇപ്പോൾ ഒരു വലിയ ദുരന്തമുഖം കണ്ട് പകച്ചു നിൽക്കുന്നവരാണ്. ഞാനടക്കമുള്ള ഒരാൾക്കും അതിൽ നിന്ന് ഇനിയും മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയുമെന്നും തോന്നുന്നില്ല. കേൾക്കുന്നവർക്കെല്ലാം തന്നെ മനസ്സിലായി കാണും ഞാൻ നമ്മുടെ വയനാടിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ആ ദുരന്തത്തെക്കുറിച്ച് ഒരുപാടൊന്നും പറയാൻ എനിക്കറിയില്ല, കഴിയുകയുമില്ല. ആ ഭീകരത എല്ലാവരും കണ്ടതാണ്. സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടങ്ങ് പോയതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഇന്നലെ എവിടെയോ കണ്ട ഒരു വീഡിയോ ആണ്. അതിലിത്ര മാത്രമാണ്: ഈ വർഷം നമുക്ക് കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നില്ല എന്ന്. ഇനി ഞാൻ പറയുന്നതിലെ തെറ്റും ശരിയുമെല്ലാം നിങ്ങൾ തന്നെ എനിക്കും കൂടി പറഞ്ഞു തരണേ. നമ്മുടെയൊക്കെ നാട്ടിൽ ഓണസമയത്ത് മാത്രം കൂടുതലായിട്ട് കണ്ടുവരുന്ന കുറേ കാര്യങ്ങളില്ലേ, ഈ പുലികളികളും മാവേലി മന്നനും മാദേവരെയും ഒക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് ഇവർക്കും സംഘടനകളൊക്കെ ഉണ്ടാകുമെന്ന്. ഈ സംഘടനകളും മറ്റുമൊക്കെ അവരാൽ കഴിയും വിധം നമ്മുടെ വയനാടിനൊരു കൈത്താങ്ങായി കാണില്ലേ? അവരിൽ പലരും ചിന്തിച്ച് കാണില്ലേ, ഓണത്തിന് ഈ പരിപാടി കിട്ടും, അവർക്ക് ഇത്ര പരിപാടി കിട്ടും, അത് വെച്ച് അവരുടെ ഏതെങ്കിലുമൊക്കെ ബാധ്യതകൾ തീർക്കാമെന്നും കുഞ്ഞുമക്കൾക്കും വീട്ടിലുള്ളവർക്കുമൊക്കെ ഓരോ പുതിയ ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ. ഓണത്തിന് ഈ കിട്ടുന്ന ധനമൂല്യം കണ്ടുകൊണ്ട് അവരൊക്കെ പേരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടാകും ഇല്ലേ? അതൊക്കെ ഇല്ലാതായി അവരും ദയനീയത അല്ലേ ഫേസ് ചെയ്യുന്നത്. ആ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കേട്ടോ. ഓണത്തിൻ്റെ കച്ചവടവും കച്ചവട ലാഭവും മനസ്സിൽ കണ്ട് എത്ര കടക്കാർ കയ്യിലുള്ളതും ഇല്ലാത്തത് പല വഴിയിലും കൂട്ടി കടം മേടിച്ചോ പണയം വെച്ചോ ലോൺ എടുത്തോ ഒക്കെ സ്വരുക്കൂട്ടി അവരുടെ കടകൾ ഓണസാധനങ്ങൾ കൊണ്ട് നിറച്ചു കാണില്ലേ? തുണിത്തരങ്ങൾ മാത്രമല്ല, പലചരക്ക് കടകളായാലും വലിയ മാളുകളായാലും പാത്രക്കടകളായാലും സാൻഡിലും ചെരുപ്പും വിൽക്കുന്ന കടകളായാലും എന്തിനാ ഒരുപാട് കടകൾ. നമ്മുടെ നാട്ടിലെ ചെറിയ ഒരു തട്ടുകട ആയാലും അവിടെയും നിങ്ങൾ കണ്ടു കാണില്ലേ, കുറേ പന്തുകളും തോക്കും പൊട്ടാസുമൊക്കെ. ഇതൊക്കെയും ഈ സമയത്ത് വിറ്റ് പോയില്ല എങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പറ്റുമോ? ഈ ചെറു കച്ചവടക്കാർക്ക് എല്ലാം പിന്നീട് അതൊരു ബാധ്യതയായി അവിടെ നിന്നും മാറ്റി എവിടെയെങ്കിലും കൂട്ടിയിടേണ്ടിയൊക്കെ വരില്ലേ? അവരും നഷ്ടങ്ങൾ നേരിടേണ്ടി വരില്ലേ കൂട്ടുകാരെ? ഇനി ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ഉദാഹരണത്തിന് നമ്മുടെ ആർമി സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഗൾഫിൽ പോയി അവരുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ. ഇവരൊക്കെ തൻ്റെ വീട്ടുകാരെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് എത്ര കാലമായി കാണും? ഗൾഫിലുള്ളവരൊക്കെ വർഷങ്ങളായി കാണില്ലേ? അതിൽ പലരും അവരുടെ ഈ വർഷത്തെ ലീവ് മുഴുവൻ സ്വരുക്കൂട്ടി വച്ചിരുന്നത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയായിരിക്കില്ലേ? ഇവരെയും നമ്മളൊന്നും മറക്കരുത്. പിന്നെ ഓണത്തിന് ബോണസ് എന്നുള്ളൊരു പരിപാടിയില്ലേ? നമ്മുടെ നാട്ടിൽ ഇത് മനസ്സിൽ കണക്ക് കൂട്ടി എന്തൊക്കെ ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത കാണില്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഓണമില്ല എങ്കിൽ പിന്നെ എന്തിന് ബോണസ് എന്ന് കൊടുക്കുന്നവർ ഒന്ന് ചിന്തിച്ചാൽ അവർ എന്തു ചെയ്യും? അവിടെയും തൊഴിലാളികളല്ലേ ഇത് അനുഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കയ്യിൽ കൊടുക്കാൻ പണമില്ല, നൽകാൻ ഭൂമിയില്ല, എങ്കിലും ഒരു രൂപ പോലും ശമ്പളം വാങ്ങാതെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പണികൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതും ദിവസക്കൂലിക്ക് പണിക്ക് പോണ തൊഴിലാളികൾ തന്നെ ആയിരുന്നില്ലേ? വയനാടിൻ്റെ അല്ല, കേരള ജനതയുടെ തീരാനഷ്ടം അതിൻ്റെ എല്ലാവിധ വ്യാപ്തിയോടും കൂടി ഞാൻ മനസ്സിലാക്കുന്നു.
ഈ പറഞ്ഞവർ എല്ലാവരും തന്നെ അവരെ കൊണ്ടെല്ലാം കഴിയുന്ന തരത്തിൽ ആ ദുരന്തത്തിൽ സഹായഹസ്തം നീട്ടിയവരല്ലേ. അവരെയും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ആരെയും കുറ്റം പറയാനോ പരാതികൾ പറയാനോ അല്ല കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. മനസ്സിൽ തോന്നിയ കുറേ സംശയങ്ങൾ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് തോന്നിയതിനാൽ മാത്രമാണ്. പിന്നെ ഞാനീ പറഞ്ഞതിലൊക്കെ ശരികളും അതിനേക്കാളേറെ തെറ്റുകളുമാകാം. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. ശരി എന്ന് തോന്നുന്നവർക്ക് അതും പറയാം. ഇനി അതല്ല ഞാൻ പറഞ്ഞത് ശരിയല്ല തെറ്റാണ് എന്ന് തോന്നുന്നവർക്ക് അതും പറയാം. രണ്ട് കൂട്ടരോടും കൂടിയായി ഞാൻ ഒന്നുകൂടി പറയാം. ഈ ദുരന്തത്തെ ഞാനും അത്രയേറെ വേദനയോട് കൂടിയാണ് കണ്ടത് കേട്ടോ. ഇനിയെല്ലാം നിങ്ങൾക്ക് പറയാം അഭിപ്രായങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റെ ചെറിയ സംശയങ്ങൾ മാത്രമാണ് കേട്ടോ. ആരെയും തെറ്റായി ചിത്രീകരിക്കാതെ കുറ്റം പറയാതെയല്ലേ ഈ വീഡിയോ ചെയ്തത്. ഇതിലെവിടെയെങ്കിലും ഒരു ശരി തോന്നിയെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തെറ്റുകളാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയട്ടെ. തല്ലണ്ട, ഒന്ന് ഉപദേശിച്ചാൽ മതി കേട്ടോ, നന്നായിക്കോളും. അപ്പോൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവരും. വീണ്ടും മറ്റൊരു വീഡിയോയോട് കൂടി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.